ഹായ് എവരിവൺ. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അഭിനയിച്ച് വിജയിച്ച സിനിമകളെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങൾ നമ്മളെപ്പോലുള്ളവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുക എന്നുള്ളത്. അത് നായക വേഷങ്ങളാകാം, പ്രതിനായക വേഷങ്ങളാകാം, അതുപോലെ തന്നെ വെബ് സീരീസുകളിലാണെങ്കിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള രണ്ടെണ്ണമാണ് മലയാളത്തിൽ. ഒന്ന് കേരള ക്രൈം ഫയൽസും 1000 ബേബീസും. ഇതിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ആക്ടറാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. മറ്റാരുമല്ല, ആക്ടർ സിറാജ്. വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ഫേസ് ടൈം. കേൾക്കാൻ നല്ല രസമുണ്ട്. കേൾക്കാൻ രസമുള്ളത് മാത്രമല്ല, ആവട്ടെ. അല്ലല്ല, ഞാൻ തമാശ പറഞ്ഞല്ല, ആഗ്രഹവും മനസ്സിൽ അത് തന്നെയാണ്. പക്ഷെ അത്ര നല്ല വൃത്തിക്ക് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ കേൾക്കാൻ നല്ല രസം. ബോട്ട് ഓൾറെഡി റണ്ണിങ്ങില്ല, അപ്പൊ ഞാൻ ചാടി ബാക്കിൽ കൂടെ പോയിട്ട് വേണം നീന്തിയ. റോപ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഇച്ചിരി സേഫ്റ്റി പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് നമ്മൾ കോൺഫിഡൻസിൽ ചെയ്യാമെന്ന് പറയുമ്പോൾ മാസ്റ്ററിനും അത് ഓക്കെ. അങ്ങനെ ഒരു പേടി എനിക്കില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരിക്കലും ഇത് ഇന്ന ക്യാരക്ടറുകൾ ചെയ്യണം എന്ന് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തു ഇഷ്ടപ്പെട്ടു വന്നില്ല. നമുക്ക് എന്നും ആഗ്രഹം നല്ല സിനിമയുടെ ഭാഗമാകണം, നല്ലൊരു ടീമിന്റെ കൂടെ നല്ല ക്യാരക്ടർ ചെയ്യണം. നമ്മൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും ആൾക്കാർ നീ ചെയ്തത് അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയുന്ന കേൾക്കുന്നതാണ് സന്തോഷം. സിംബ എന്നാണ് അവന്റെ ശരിക്കുള്ള അവൻ ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾ ഭയങ്കര കമ്പനി. ഞങ്ങളൊരു 1 hour ഒക്കെ ഞങ്ങൾ വെറുതെ മേയാൻ വിടുമായിരുന്നു പൊക്കോളം പറഞ്ഞ്. എനിക്ക് ഫൈറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ആക്ഷൻസ് സാഹസം അല്ല, സിനിമയിലെ ആക്ഷൻസ് അത് നമുക്ക് സേഫ്റ്റിയൊക്കെ നമുക്ക് ഉറപ്പ് തന്നിട്ടായിരിക്കുമല്ലോ നമ്മൾ ചെയ്യുന്നത്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം പുതിയ ജനറേഷനിലേക്ക് വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന ഒരുപാട് പ്രതിനായകന്മാരിൽ നിന്നും വില്ലൻ വേഷങ്ങളിൽ നിന്നും നമ്മൾ ഓർത്തെടുക്കുന്ന ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഓർത്തെടുക്കുന്ന ഒരാളുടെ പേര് പറഞ്ഞാൽ ആദ്യമായിട്ടും RDX എന്നൊരു സിനിമ നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ അതിലെ വില്ലൻ അല്ലെങ്കിൽ അതിലൊരു പ്രതിനായകൻ എന്ന് ചിന്തിക്കുമ്പോൾ ആ ബീഫ് തിന്ന വില്ലൻ അല്ലേ എന്ന് ഓർമ്മ വരത്തക്ക രീതിയിൽ ആളുകളുടെ മനസ്സിൽ വെറുപ്പ് സമ്പാദിച്ചു വെച്ചിരിക്കുന്നൊരു മനുഷ്യനാണ്. അതിനുശേഷം മലയാള സിനിമയിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള വെബ് സീരീസുകളുണ്ട്. അതിൽ 2 എണ്ണമാണ് നമുക്ക് എടുത്ത് പറയാം. ഒന്ന് KCF, രണ്ടാമത്തേത് 1000+ ബേബീസ്. ഇതിൽ രണ്ടിലും ഒരു ഇമോഷണൽ ടച്ചോട് കൂടി വന്നിട്ടുള്ള ടെറിയും സൈജുമോനും ജെയ്സ്മോനും തമ്മിലുള്ളൊരു ബന്ധമുണ്ട്. അതുപോലെ തന്നെ 1000+ ബേബീസിലും. എങ്ങനെയായിരുന്നു നമ്മുടെ താങ്കളുടെ പ്രേക്ഷകരും അല്ലാത്തവരും താങ്കളുമായിട്ട് ഏറെ അടുപ്പമുള്ള ആളുകളായാലും എങ്ങനെയായിരുന്നു അവരുടെ ഒരു അപ്രീസിയേഷൻ, റെസ്പോൺസും കാര്യങ്ങളും എല്ലാം ആഫ്റ്റർ റിലീസ് ഓഫ് ദ KCF? ആൻഡ് നല്ല റെസ്പോൺസ് ആയിരുന്നു. അത് അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റിയല്ലോ, അതാണ് ഫസ്റ്റ് എനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ഒരു നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. നല്ല കുറേ മനസ്സിലെ ആഗ്രഹം അതൊക്കെ തന്നെ ആയിരുന്നല്ലോ നമുക്ക്. ഓഫ് കോഴ്സ്. പക്ഷേ ആദ്യമേ താങ്കൾ വിചാരിച്ചിരുന്നോ ഒരു വില്ലൻ വേഷത്തിലേക്കാണ് നമ്മൾ? ഞാനൊരിക്കലും നായക വേഷമോ അല്ലെ ക്യാരക്ടർ റോളുകളോ അല്ലെ വില്ലൻ വേഷങ്ങളോ അങ്ങനെയൊന്നും ഞാൻ പ്ലാൻ ചെയ്തൊന്നും വന്നല്ല. എനിക്ക് സിനിമ ചെയ്യണം, നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം. അത് ഓർമ്മപ്പെടുത്തക്ക രീതിയിലാണ് ഇൻസ്റ്റഗ്രാമിൽ ഒരു കോട്ട് താങ്കൾ കൊടുത്തിരിക്കുന്നത്, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ആക്ടിങ് ഈസ് നോട്ട് ബീയിങ് ഫേമസ്, അബൌട്ട് എക്സ്പ്ലോറിങ് ദ ഹ്യൂമൻസ്. അത് ഞാൻ പണ്ട് നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമൊക്കെ തുടങ്ങുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എവിടെയോ വായിച്ച കോട്ടെന്താണ്, അവർ പറഞ്ഞു കേട്ട കോട്ടെന്താണ് അത് ഇട്ട്. പക്ഷെ പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ അപ്ഡേറ്റ് ചെയ്യുമല്ലോ കുറച്ച് നാൾ കഴിയുമ്പോൾ. അപ്പോഴൊന്നും അത് മാറ്റാൻ തോന്നിയില്ല. അതെന്തോ അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയില്ല. വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നത്തക്ക രീതിയിൽ ഈ പറയുന്ന കൊണ്ടലായിക്കോട്ടെ അല്ലെങ്കിൽ 1000+ ബേബീസ് ആയിക്കോട്ടെ, വെബ് സീരീസുകൾ നമ്മൾ ഈ അടുത്താണ് കാണാൻ തുടങ്ങിയത് പോലും. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ, മറ്റ് അന്യഭാഷകളിലൊക്കെ നമ്മളുണ്ട്, പക്ഷേ മലയാളികൾ അത് കൂടുതലും സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ മലയാളത്തിലേക്ക് ഈ പറയുന്ന KCF പോലുള്ള ത്രില്ലേഴ്സ് വന്ന സമയം ഞാൻ ഉൾപ്പെടെയുള്ള പ്രേക്ഷകർ കാണാൻ തുടങ്ങിയത് KCF പോലുള്ള ത്രില്ലേഴ്സ് വന്നു തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ ആ KCF കണ്ടതിന് ശേഷവും അതിൽ ഒരു പ്രതിനായകനെന്ന് പറയാൻ തക്ക രീതിയിലോ അങ്ങനെയൊന്നും അല്ലെങ്കിലും ഒരു ഇമോഷണൽ ടച്ചുള്ളൊരു കഥാപാത്രമാണ്. എല്ലാവരും മനസ്സിൽ ഓർത്ത് നിൽക്കുന്ന രീതിയിലുള്ള ടെറിയുടെ ഒരു ഹാൻഡ്ലറാണ്. പക്ഷേ ടെറിയുമായിട്ട് അഭേദ്യ ബന്ധമുള്ള ഒരു വ്യക്തിയും കൂടെയാണ്. എങ്ങനെയായിരുന്നു ലൊക്കേഷനിലും ഈ ടെറിയും ജെയ്സ്മോനും തമ്മിൽ അത്രയും കെമിസ്ട്രി ആയിരുന്നോ? പിന്നെ ശരിക്കും സിംബ എന്നാണ് അവൻ്റെ ശരിക്കുള്ള പേര്. അവൻ ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾ ഭയങ്കര കമ്പനി. ഞങ്ങളൊരു 1 hour ഒക്കെ ഞങ്ങൾ വെറുതെ മേയാൻ വിടുമായിരുന്നു പൊക്കോളം പറഞ്ഞ്. അങ്ങനെ ഫസ്റ്റ് തന്നെ അവൻ ഓൾറെഡി ട്രെയിൻ ഡോഗാണ് ടെറി, ഇല്ല സിംബ. ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ ഇവനുമായിട്ടാണെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ജസ്റ്റ് വെറുതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡോഗ്സിനെ എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വളർത്തിയിട്ടില്ല, പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ഓൾമോസ്റ്റ് കുറേ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ഡോഗ്സ് ഉണ്ട്. അങ്ങനെയാണ് ഈ ഡോഗിനോടുള്ളൊരു പേടിയും. പണ്ടോട്ടേ എനിക്ക് അങ്ങനെ വലിയ പേടിയൊന്നുമില്ല ഡോഗിനോട്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ആ ഒരു സ്നേഹം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സ്നേഹമാണല്ലോ. അതുകൊണ്ട് എനിക്ക് ഡോഗ്സിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പെറ്റിനെ വളർത്താനും ഞാൻ വളർത്തിയിട്ടൊക്കെ ഉണ്ട്, പെറ്റ്സിനെ വളർത്തിയിട്ടുണ്ട്.
ടെറി പറഞ്ഞ പോലെ ആദ്യം തന്നെ നല്ല ഫ്രണ്ട്ലി ആയി, അടിപൊളി. ആ ലൊക്കേഷനിൽ ഞങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ മീറ്റ് ചെയ്തായിരുന്നു സിംബയെ. അപ്പം അടിപൊളി. ആ ട്രെയിനേഴ്സും അത്ര നല്ല ട്രെയിനേഴ്സ്. ഒരുപാട് അങ്ങനെ ഷൂട്ടിംഗ് സീക്വൻസസ് ഇല്ല എന്നിരുന്നാലും നമുക്ക് വളരെ ഇമോഷണൽ ടച്ച് ഉള്ള കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് എടുത്തു വെക്കാനായിട്ടുള്ള. അത് എനിക്കും പറഞ്ഞ പോലെ കഥയെ പറ്റി അത്ര വലിയ ധാരണ ഇല്ലായിരുന്നു KCF-ന്റെ. എൻ്റെ അടുത്ത് അങ്ങനെ വലിയ ഡീറ്റെയിൽ ആയിട്ട് കഥയെ പറ്റി പറഞ്ഞിട്ടില്ല. ക്യാരക്ടർ ഇതാണ്, ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. പിന്നെ ഷോട്ടിന് മുന്നേ ആണെങ്കിൽ പോലും ബാഹു വന്നിട്ട് വളരെ വ്യക്തമായി പറഞ്ഞു തരും. ഷോട്ടിന് മുന്നേ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷന് മുന്നേ പുള്ളിയുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ള വളരെ വ്യക്തമായി പറഞ്ഞുതരും. ഇതിന് ശേഷം എന്താ നടക്കുന്നതെന്നും പറഞ്ഞുതരും. അല്ല ഫുൾ ആ ഒരു സിനാരിയോ, ആ ഒരു കഥയുടെ ഒരു പോക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഷോട്ട് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുവാണ്. അതൊക്കെ ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ആൾക്കാരിലോട്ട് എത്തി എന്ന് വിശ്വസിക്കുന്നതിന്. ഞാൻ നേരത്തെ ചോദിച്ചത് ഈ KCF-ന് ശേഷം നമ്മൾക്ക് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ തീർച്ചയായും അത് ഭയങ്കര സന്തോഷമാണ്. അത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ എന്തോരം സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ ഈ ചോദിച്ച ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഭയങ്കര ഹാപ്പിയായി ആ ക്യാരക്ടർ കണ്ടപ്പോൾ. അടുത്തറിയുന്നവർക്ക് ഒരു പക്ഷേ താങ്കളുടെ സ്വഭാവം കൃത്യമായിട്ട് അറിയുന്നവർക്ക് ഒരു വില്ലൻ വേഷം അല്ല എന്ന്. പക്ഷേ ഒരിക്കലും നേരിട്ട് പരിചയമില്ലാത്ത ഒരാൾ ഇതാ കണ്ടോ RDX-ൽ ബീഫ് കഴിച്ച് പോയ വില്ലനാണ്. അതുപോലെയുള്ള ക്യാരക്ടേഴ്സിനെ നമ്മൾ കൂടുതൽ അപ്രോച്ച് ചെയ്യുമ്പം, ഐ മീൻ സ്ക്രിപ്റ്റുമായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് മാറണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വേഷങ്ങൾ ഇനി ചെയ്താൽ തുടർച്ചയായിട്ട് ഇത് തന്നെയായിരിക്കും എന്നുള്ളൊരു തോന്നൽ. അല്ല, അങ്ങനെ ഒരു പേടി എനിക്കില്ല. ഇല്ല, കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരിക്കലും ഇത് ഇന്ന ക്യാരക്ടറുകൾ ചെയ്യണം എന്ന് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തു ഇഷ്ടപ്പെട്ടു വന്നില്ല. നമുക്ക് എന്നും ആഗ്രഹം നല്ല സിനിമയുടെ ഭാഗമാകണം, നല്ലൊരു ടീമിൻ്റെ കൂടെ നല്ല ക്യാരക്ടർ ചെയ്യണം. നമ്മൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും ആൾക്കാർ നീ ചെയ്ത് അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയുന്ന കേൾക്കുന്നതാണ് സന്തോഷം. ആ ഒരു വെറുപ്പിക്കൽ ആളുകളുടെ മനസ്സിൽ ഉണ്ട്, അതുകൊണ്ടാണ് മനസ്സിൽ നിൽക്കുന്നത്. അതൊരു വില്ലനായിരുന്നു, നമുക്ക് നന്നായിട്ട് വെറുപ്പിക്കണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. തീർച്ചയായിട്ടും അത് മനസ്സിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള സിനിമാ കഥാപാത്രങ്ങളിലേക്ക് താങ്കൾ എത്തിപ്പെടുന്നു എന്ന് എനിക്ക് തോന്നുന്നു. KCF അല്ലെങ്കിൽ 1000+ ബേബീസ് ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങളിൽ ഒരു പരിധിവരെ വെറുപ്പുണ്ടെങ്കിലും KCF-ൽ എനിക്ക് തോന്നുന്നു ഒരു ഇമോഷണൽ ടച്ചുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ടെറിയോ ആയിട്ട് കാണിക്കുന്നത്. അതുപോലെ ഇപ്പം പെറ്റ്സിനോടുള്ള താല്പര്യം പറഞ്ഞല്ലോ, എങ്ങനെയൊക്കെയാണ് ഹോബീസ്, എന്തൊക്കെയാണ് കൂടുതലും? അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പം ഹോബീസ് ഒന്നുമില്ല. വർക്കൗട്ടിന് പോകും, അത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ ശരിക്കും നമ്മളൊരു വർക്ക് കഴിഞ്ഞ് അത് ഇറങ്ങി അതിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പം നമുക്ക് അടുത്തൊരു കോള് ഇനി എപ്പോൾ അറിയുന്നതായിരിക്കും എന്നുള്ള പ്രതീക്ഷയായിരിക്കും നിൽക്കുന്നത്. അപ്പം ആ ഒരു പ്രതീക്ഷയിൽ നിൽക്കണം. അങ്ങനെ പ്രത്യേകിച്ച് ഹോബീസ് ഒന്നുമില്ല, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നു, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതെ അതെ, അത് തന്നെ അടിപൊളി. ആ കോട്ടിൽ കൃത്യമായിട്ട് നമുക്കൊരു ഡെഫിനേഷൻ പോലെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു കല എന്നുള്ള ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പറയുന്ന ഇൻസ്റ്റയിൽ ബയോളോ കൊടുത്തിരിക്കുന്ന ആ ഒരു കോട്ട്, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചത്. നമ്മൾ അതുപോലെ തന്നെ ഇൻസ്റ്റ എടുത്തു നോക്കിയാലും ഏറ്റവും ആദ്യം പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. കൊണ്ടലിൻ്റെ ഒരു ഡ്യൂപ്പില്ലാതെ ഒരു കടലിലേക്ക് ചാടുന്ന ഒരു സീനാണ്. അത് കഴിഞ്ഞ് കയറി വരുമ്പോഴത്തേക്കും ആ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും കൈയടിക്കുന്നുണ്ട്. പക്ഷേ ഇത് പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ഇത്രയും ഒരുപാട് ഉൾക്കടലിൽ പോയിട്ടായിരുന്നു അതിൻ്റെ. അതെല്ലാവർക്കും ആ ഒരു അറ്റ്മോസ്ഫിയറായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ല. പക്ഷേ എന്നിട്ടും ഇത്രയും റിസ്കി എലമെന്റ്സ് ഒക്കെ നിറഞ്ഞിട്ട് അത്രയും സാഹസമായിട്ടുള്ള രീതിയിൽ ഡ്യൂപ്പില്ലാതെ ചെയ്ത് അതിന് എങ്ങനെയായിരുന്നു? അത് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ് സിനിമയിൽ. എനിക്ക് ഫൈറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ആക്ഷൻസ്, സാഹസം എന്നല്ല, സിനിമയിലെ ആക്ഷൻസ്, അത് നമുക്ക് സേഫ്റ്റിയൊക്കെ നമുക്ക് ഉറപ്പ് തന്നിട്ടായിരിക്കുമല്ലോ നമ്മൾ ചെയ്യുന്നത്. അത് മാത്രമല്ല ഞാനത് ചോദിച്ചു വാങ്ങിച്ചതും കൂടെയാണ്. കാരണം അത് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു അങ്ങനെ ഒരു സീൻ, പക്ഷെ അത് നമുക്ക് സമയത്തിൻ്റെതും പിന്നെ അവിടെ അതെങ്ങനെ ഷൂട്ട് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മയുണ്ടല്ലോ. നമുക്ക് അത് എങ്ങനെ ചെയ്ത് എടുക്കും, പിന്നെ സമയവും ഇല്ല, നമുക്ക് കുറേ ആയി ലാസ്റ്റ് സമയത്താണ് ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ടിന്യൂസ്ലി ഈ കടലിനകത്ത് തന്നെയാണോ അതോ? പിന്നെ ഞങ്ങളൊരു 10-60 ദിവസം മേളിൽ കടലിൽ തന്നെ ആയിരുന്നു. രാവിലെ പോകും, വൈകുന്നേരം. ഭയങ്കര ഏകദേശം എത്ര ദൂരത്തോളം? ആദ്യമൊക്കെ നമുക്ക് ഒരു ലാൻഡ് കാണാൻ പറ്റാത്ത ആ ഒരു ദൂരം വരെ പോകുമായിരുന്നു. അതെനിക്ക് തോന്നുന്നു 15-16 കിലോമീറ്റേഴ്സാണ് ഉള്ളിലോട്ട്. അങ്ങനെയൊക്കെ ആദ്യം പോയി ഷൂട്ട് ചെയ്തോണ്ടിരുന്നത്. പിന്നെ ആദ്യം ഞങ്ങൾ ഷൂട്ട് ചെയ്തത് നമ്മുടെ ധനുഷ്കോടിയിലായിരുന്നു ഫസ്റ്റ് ഷൂട്ട് തുടങ്ങുന്നത്. രാമേശ്വരം. പിന്നെ അവിടുത്തെ ക്ലൈമറ്റിന്റെ കുറെ പ്രശ്നങ്ങളും മഴയും, അതൊരു 3 വർഷമായിട്ട് പെയ്യാത്ത മഴ ഞങ്ങൾ ഷൂട്ട് തുടങ്ങുമ്പോൾ അവിടെ തുടങ്ങി മഴ. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് പിന്നെ കേരളത്തിലോട്ട്, നീണ്ടകരയിലോട്ട് മാറ്റുമായിരുന്നു ഷൂട്ട്. പിന്നെ അത് ഷോട്ടിൻ്റെയും അന്ന് എടുക്കാൻ പോകുന്ന സീനിൻ്റെയും സ്വഭാവം എങ്ങനെയാണെന്നനുസരിച്ച് ദൂരം അവർ ചിലപ്പോൾ അധികം ദൂരം പോവാതെ ഷൂട്ട് ചെയ്യേണ്ട ഇൻഡോറൊക്കെ ബോട്ടിനകത്തൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ അധികം ദൂരം പോകാണ്ട്
മാക്സിമം എന്തായാലും കടലിൽ പോകും. കാരണം നമുക്ക് ആ ഒരു പരിപാടി ആ ഒരു അത്ര ക്വാളിറ്റിയിൽ ചെയ്യണം എന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ചീറ്റ് ചെയ്യാനൊന്നും നിന്നില്ല. വളരെ ഫൈറ്റ് അങ്ങനത്തെ ചീറ്റ് ചെയ്യേണ്ട എന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ ചീറ്റ് ചെയ്ത് ഡെമ്മിലും ഒക്കെ ഷൂട്ട് ചെയ്തുള്ളൂ. ബാക്കിയെല്ലാം കടലിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അത് കൂടുതലും താല്പര്യമുള്ള ഒരു കാര്യമാണ്. അതാണ് അതെനിക്ക് ഇങ്ങനത്തെ ആക്ഷൻസും പരിപാടീസും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു സമയം ഇല്ലാത്തൊരു സമയത്താണ് ഈ ഷൂട്ട്. അപ്പം നമുക്ക് അങ്ങനെ ചാടണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും രീതി ചെയ്യാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അയ്യോ എനിക്കിതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് മാസ്റ്ററൊക്കെ പറഞ്ഞായിരുന്നു, പറഞ്ഞ പോലെ അത് ചെയ്യണ്ട, അത് ബോട്ട് ഓൾറെഡി റണ്ണിങ്ങില്ല. അപ്പം ഞാൻ ചാടി ബാക്കിൽ കൂടെ പോയിട്ട് വേണം നീന്തിയ. റോപ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഇച്ചിരി സേഫ്റ്റി പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ കോൺഫിഡൻസിൽ ചെയ്യാമെന്ന് പറയുമ്പോൾ മാസ്റ്ററിനും അത് ഓക്കെ അങ്ങനെ അത് ചെയ്ത്. അത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാ, അത് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് എനിക്ക് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സത്യം. അതൊക്കെ നമുക്ക് ഇവിടെയൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ വരാൻ പോകുന്ന പ്രോജക്ട്സുകൾ ഓഗസ്റ്റിൽ റിലീസാവുന്ന പെറ്റ് ഡിറ്റക്ട്, അതെ, അത് ആരാണ് അതിൽ മെയിൻ റോളും ലീഡർ? ഷർഫുദ്ദീൻ ഒക്കെയാണ്. അടിപൊളി പറയുന്ന പോലെ എങ്ങനെയാണ് ഒരു പ്രതിനായക വേഷം? അത് അല്ല, അതൊരു ഫൺ മൂവിയാണ്. ടോട്ടൽ ഭയങ്കര കോമഡിയുള്ള, ഭയങ്കര എന്റർടൈനർ ആകാൻ പോകുന്നൊരു പടമായിരിക്കും. അപ്പൊ യാത്രകളോടൊക്കെ എങ്ങനെയാണ്? ഭയങ്കര ഇഷ്ടം. പിന്നെ യാത്ര ചെയ്യാനായിട്ടുള്ള സാഹചര്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ തന്നെ ഓടും. ഭയങ്കര ഇഷ്ടമാണ് യാത്ര. ആണല്ലേ? ഡ്രൈവ് ചെയ്ത് പോകുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഈ ഹോബിയിൽ എനിക്ക് വേണം തോന്നുന്നു. സത്യം ഡ്രൈവിംഗ്. എനിക്ക് ഇത് കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇനിയിപ്പോൾ ലൊക്കേഷൻ ഈ കൊണ്ടൽ കഴിഞ്ഞിട്ട് ഒരു സാഹസമായിട്ടുള്ള ഒരു ലൊക്കേഷനിൽ നിന്ന് നമ്മൾ മാറുന്നത് തീർത്തും ഷറഫുദ്ദീൻ നായകനായിട്ടുള്ള പെറ്റ് ഡിറ്റക്റ്റീവ്, അതും അതിനുശേഷവും വരാനിരിക്കുന്ന പ്രോജക്റ്റുകളും താങ്കൾക്ക് ഒരു കൃത്യമായിട്ടുള്ള കൺസെപ്റ്റോട് കൂടിയിട്ടാണോ അപ്രോച്ച് ചെയ്യുന്നത്? അതായത് ഇനി എന്നെ തേടി വരുന്ന കഥാപാത്രങ്ങളാണ്, അത് ഞാൻ അങ്ങനെ തന്നെ സ്വീകരിക്കുക എന്നുള്ളതാണ്. പിന്നെ തീർച്ചയായും എനിക്ക് ഞാൻ കൂടുതൽ ഇനി അങ്ങനെ ഞാൻ ഭാവിയിൽ മാറുമെന്നറിയില്ല, പക്ഷെ ഞാൻ കൂടുതൽ ചിന്തിക്കാറില്ല. വരുന്ന സ്ക്രിപ്റ്റ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെന്ന് അവർക്ക് തോന്നിയിട്ടായിരിക്കുമല്ലോ എൻ്റെ അടുത്തോട്ട് വരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ അതിനെപ്പറ്റി എനിക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാവാം ചിലപ്പോൾ. ഇപ്പം ഞാൻ എൻ്റെ ഒരു അവസ്ഥയിൽ ഞാൻ അത് നല്ല സിനിമകളാണ് ഇതുവരെ വന്നിട്ടുള്ളൂ. ഇപ്പോൾ കേട്ടതൊക്കെ നല്ല ടീമും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു സ്പേസ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാരക്ടറുകളും കഥകളുമാണ് ഇപ്പോൾ കേട്ടത്. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇതുവരെ ഒന്നിനും ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു പരിപാടിയാണെന്ന് കരുതി ഞാൻ പറഞ്ഞിട്ടില്ല. ചിരിക്കേണ്ട ഒരു സാഹചര്യത്തിൽ കൂടെ ഒന്നും പോയിട്ടില്ല. ഇത് ചെയ്യാൻ പറ്റുന്നതാണോ? അങ്ങനെ ഒന്നും പോയിട്ടില്ല. വരുന്ന സ്ക്രിപ്റ്റ് വന്നത് എനിക്ക് ഹാപ്പിയാണ് എന്തോ ഭാഗ്യത്തിന്. അതുകൊണ്ട് ഹാപ്പിയായിട്ട് നിൽക്കുന്നു. എൻ്റെ അടുത്ത് ഇത് ഞാൻ അങ്ങനെ ആരോടും ഇതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണോ എന്നൊന്ന് ചിന്തിക്കണം എന്ന് ഞാൻ പറയേണ്ട ഒരു അവസരം വന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളുകളുടെ മനസ്സിൽ ഓർത്ത് വെക്കപ്പെടുന്ന രീതിയിലുള്ളൊരു മുഖമായി കഴിഞ്ഞു താങ്കളുടെ. ഇപ്പോൾ ഈ നിരയിലുള്ള നമ്മുടെ യുവ കലാകാരന്മാരെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരെയും കൂട്ടത്തിലെടുത്തു കഴിഞ്ഞാൽ ഒരു വില്ലൻ വേഷം എന്നുള്ള രീതിയിലല്ലാതെ തന്നെ മറ്റുള്ള നായക വേഷത്തിൽ കൂടിയും വരാൻ സാധ്യതകൾ ഒരുപാടുള്ള താങ്കളെപ്പോലുള്ള ഒരു തലമുറയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഇനി മുന്നോട്ട് വരുന്നത്. നല്ല രസമുണ്ട്, കേൾക്കാൻ രസമുള്ളത് മാത്രമല്ല, അല്ലല്ല ഞാൻ തമാശ പറഞ്ഞല്ല, ആഗ്രഹവും മനസ്സിൽ അത് തന്നെയാണ്. പക്ഷെ അത്ര നല്ല വൃത്തിക്ക് ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ കേൾക്കാൻ നല്ല രസം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പലരും ഒരു പുതുമുഖമായിട്ട് വരുന്ന പലരും, ഞാൻ ആരും പേരെടുത്ത് പറയുന്നതല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പലരും ഒരു കൊമേഡിയനായിട്ട് വന്നിട്ടോ അല്ലെങ്കിൽ ഒരു വില്ലനായിട്ട് വന്നിട്ടോ അവരാഗ്രഹിക്കുന്നത് ഉടനെ തന്നെ നേരെ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക, അതിനെന്താണ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയാണ്. അതായത് ഒരു പ്രശസ്തി കിട്ടുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും അതെ. ഇതിനോടൊരു സിൻസിയറിറ്റി തോന്നിയിട്ട് അപ്രോച്ച് ചെയ്യുന്ന രീതിയല്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് താങ്കളുടെ ആ ഒരു കോട്ട് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു എന്നെനിക്ക് തോന്നിയായിരുന്നു എന്ന്. അപ്പോൾ അത് തീർത്തും വ്യത്യസ്തമാക്കുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേനുള്ള പൂവിനെ വണ്ട് അന്വേഷിച്ചു വരും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ താങ്കളെ തേടി അത്തരം സാഹചര്യങ്ങൾ തീർത്തും മുന്നോട്ട് ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പിക്കാം. ആഗ്രഹമുണ്ട്. അത് മനസ്സിലെ ആഗ്രഹം അത് തന്നെയാണ്. നമുക്ക് നല്ല കഥാപാത്രങ്ങൾ നമ്മുടെ തേടി വരിക. ഇപ്പം എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിനെയൊക്കെ സംബന്ധിച്ച് നമുക്ക് കിട്ടുന്ന സ്പേസ് യൂസ് ചെയ്ത് അത് കണ്ടിട്ടേ നമ്മളെ ആൾക്കാർ വേറൊരു പടത്തിനും വേറൊരു ക്യാരക്ടറിനും വിലയിരുത്തിക്കൊണ്ടാണ്. അതെ അതെ. എനിക്കിപ്പം നമ്മളിപ്പോൾ എത്ര അവസരം ചോദിച്ചാലും നമ്മൾ അവസരം നെക്സ്റ്റ് എന്താണെന്നുള്ളത് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ആകെ ഓപ്ഷൻ ഇനി അടുത്ത ആളെ നമുക്ക് വിളിച്ച് അവസരം ചോദിക്കുക എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അത്രയും നമുക്ക് പഴയതുപോലെ നമുക്ക് അവസരങ്ങൾ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും അവസരം കിട്ടും. അങ്ങനെ ചാൻസ് ചോദിച്ച് നടന്നിട്ടുള്ളൊരു കാലഘട്ടം ഞാൻ ഇപ്പോഴും ചോദിക്കാറുണ്ട് അവസരങ്ങൾ ചോദിക്കും. പിന്നെ എന്തായാലും അല്ല അങ്ങനെ നമുക്ക്
മൊത്തത്തിൽ ഞാൻ അങ്ങനെ നമുക്ക് അവസരം ചോദിച്ചാൽ അവസരം കിട്ടില്ല എന്ന് പറയല്ല. സംടൈംസ് അത് എവിടെയെങ്കിലും വർക്ക് ആവും. നമുക്ക് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരോട് നമ്മൾ അവസരം ചോദിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് കിട്ടുന്ന സ്പേസിൽ നമ്മൾ എന്ത് ചെയ്തു, അല്ല നമ്മൾക്ക് ലാസ്റ്റ് സിനിമയിൽ നമ്മൾ നന്നായി പെർഫോം ചെയ്തു, അല്ല അത് കണ്ടിട്ട് രണ്ട് രീതിയിലാണല്ലോ, അവസരം ചോദിച്ചും കിട്ടാം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് നമ്മൾ ചെയ്തത് കണ്ടിട്ട് ആൾക്കാർ ഓക്കെ കൊള്ളാം എന്നാൽ പിന്നെ അടുത്തൊരു പടത്തിലൊരു നല്ല ക്യാരക്ടർ കൊടുക്കാം എന്ന് തോന്നിയാൽ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടും. നമ്മളൊരു വർക്ക് കണ്ടിട്ടാണല്ലോ അവർ നമ്മളെ വിളിക്കുന്നത്. ഈവൻ മമ്മൂക്ക വരെ റൈറ്ററെ കാണുമ്പോൾ ചോദിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ പിന്നെ അവസരം നമ്മൾ ഇപ്പോൾ കുറച്ചുനാൾ നമ്മൾ ഒന്നുമില്ലാതെ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് അവസരം ചോദിക്കാൻ തോന്നും ഭയങ്കരമായിട്ട്. നമ്മൾ എത്ര ഈ അവസരം ചോദിച്ചാൽ നമുക്ക് കിട്ടില്ല എന്ന് വിശ്വസിച്ചാലും നമ്മൾ ചോദിക്കും. അതെ, അത് ചോദിക്കണം. അവസരം എന്തായാലും നമ്മൾ ചോദിക്കണം. അപ്പോൾ ഞാനതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിലല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എങ്ങനെയായിരിക്കും ലൈഫിനെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ലൈഫ് മുന്നോട്ട് പോകാൻ? ഒരു പ്ലാനിങ്ങും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. എനിക്ക് അങ്ങനെ എങ്ങനെയൊക്കെയോ വന്ന് പെട്ടുപോയത്. അങ്ങനല്ല, എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു സിനിമയിൽ തന്നെ നിൽക്കണം, എന്തൊക്കെ സംഭവിച്ചാലും സിനിമയിൽ തന്നെ വർക്ക് ചെയ്യണം. അത് ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ്. വേറെ ഒന്നിലും എനിക്കൊരു കമ്പം തോന്നിയിട്ടില്ല. വേറൊരു വർക്ക് അല്ലെങ്കിൽ ഒരു നോർമൽ ജോലിക്കൊക്കെ പോയി സാലറി വാങ്ങിച്ച് അങ്ങനെ ഒരു ജോലി പഠിക്കുന്ന സമയത്തൊന്നും ഇല്ല. പഠിക്കുന്ന സമയത്ത് പഠിത്തം തന്നെ വളരെ കുറവായിരുന്നു. സ്പാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് സ്കൂളിൽ നിന്ന് പഠിക്കുമ്പോഴേ എനിക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു സിനിമയിലോട്ട് തന്നെ വരണം, ആക്ടിങ് പ്രൊഫഷനാക്കി എടുക്കണം. സിനിമ നമ്മൾ കാരണം കൂടുതലും സ്റ്റേജിലൊക്കെ ഇങ്ങനെ സ്കൂളിൽ പെർഫോം ചെയ്യുമ്പോൾ ആൾക്കാർ ഇഷ്ടപ്പെട്ടു, കൊള്ളാം നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് കേട്ട് എനിക്ക് ചെയ്താൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നൊരു പരിപാടി ആക്ടിങ്ങും അല്ലെങ്കിൽ ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുക ആൾക്കാരുടെ, അത് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തിരുന്നു ആ സമയത്ത്. സ്കൂൾ കാലഘട്ടങ്ങൾ. യെസ് അതൊക്കെ ആ കാലഘട്ടമായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു തിരിച്ചറിവ് വന്നത്. അപ്പോൾ ഇങ്ങനെ ഈ മേഖല എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ തന്നെ നിൽക്കാം, അത് എന്താണെന്നൊന്നും ചിലപ്പോൾ അന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. കലോത്സവങ്ങളിലൂടെ ആയിരുന്നോ അതോ? കലോത്സവം അങ്ങനെ മെയിൻ സ്റ്റേറ്റ് അങ്ങനെയൊന്നും പോയിട്ടില്ല. സ്കൂളിലെ ചെറിയ പരിപാടികളൊക്കെ മാക്സിമം ഞാൻ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുമായിരുന്നു. മിമിക്രി, നാടകം, ഡാൻസ്, പാട്ട്, അങ്ങനെ കുറേ പോയിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് ഈ ആൾക്കാർ നമ്മളെ കൊള്ളാമെന്ന് പറഞ്ഞ് കൈയടിക്കുന്ന കേൾക്കുമ്പോൾ ഒരു സുഖവും സന്തോഷവും ഒക്കെ കിട്ടി തുടങ്ങി. അന്നേ ഉറപ്പിച്ചു സിനിമ തന്നെയായിരുന്നു. പിന്നെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം പഠിച്ചു, ജോലിക്കൊക്കെ ഒന്ന് പോയി നോക്കി. പക്ഷെ നടക്കൂല എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് ഞാൻ പിന്നെ തിരിച്ചു വന്ന് പിന്നെ വേറൊന്നും ചെയ്യാൻ ട്രൈ ചെയ്തില്ല, സിനിമയിൽ തന്നെ ട്രൈ ചെയ്യാനായിരുന്നു തീരുമാനിച്ച്. അങ്ങനെ തന്നെ നിൽക്കാനുള്ളൊരു ഭാഗ്യവും ഒരു നമ്മൾ എന്താഗ്രഹിച്ചാലും അത് നടത്തിത്തരും ഇങ്ങനെ ആ ഒരു വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. എന്നാൽ പിന്നെ നിൻ്റെ ഇഷ്ടത്തിന് തന്നെ ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പം നമ്മളും നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി തീർച്ചയായും നമ്മളും വർക്ക് ചെയ്യണം. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളും അതിൻ്റെ കൂടെ വളർന്നു പോകും. ഞാനൊരു ഇൻ്റർവ്യൂവിൽ ഇതിന് മുന്നേ എപ്പോഴോ കേട്ടിട്ടുണ്ട്, സ്കൂൾ കാലഘട്ടങ്ങളൊക്കെ കേരളത്തിൽ തന്നെയായിരുന്നു. അതെ, തമിഴ്നാട്ടിലായിരുന്നു. അങ്ങനെ തമിഴ്നാട്ടിൽ പോകാനുള്ളൊരു സാഹചര്യം അത് എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. തുടർന്ന് പഠിക്കാൻ തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈ ആക്ടിങ് കോഴ്സോ അങ്ങനെ എന്തെങ്കിലും ടെക്നിക്കലി സിനിമയിൽ തന്നെ നിൽക്കുന്ന രീതിയിൽ നമ്മൾ ടെക്നിക്കലി എന്തെങ്കിലും ഒരു നോളേജ് വേണമല്ലോ, റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും നിൽക്കണം. എങ്ങനെ അന്നത്തെ കാലത്ത് എങ്ങനെ സിനിമയിൽ എത്തും എന്നുള്ളതിനെ പറ്റി യാതൊരു വഴിയില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ടെക്നിക്കലി പഠിച്ചിരുന്നാൽ എവിടെയെങ്കിലും ചെല്ലാം സിനിമയിൽ നിൽക്കാമെന്നൊരു ധാരണ ഒന്നും ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അത് വീട്ടിലെ കുറച്ച് സാഹചര്യങ്ങളൊക്കെ കാരണം ചേട്ടനെ പഠിച്ചിരുന്ന സെയിം കോളേജിൽ തന്നെ എന്നെ ചേർക്കേണ്ടി വന്നു. അങ്ങനെയാണ് തമിഴ്നാട്ടിൽ പോയത്. പിന്നെ ഇവരുടെ ഇഷ്ടപ്രകാരം അവിടെ ഒരു കോഴ്സ് തീരുന്നത് വരെ കംപ്ലീറ്റ് ചെയ്ത് നിന്നു. എൻജോയ് ചെയ്തു ലൈഫ്, ആ ലൈഫ് എൻജോയ് ചെയ്തു. യെസ്. എന്നിട്ടാണ് തിരിച്ച് സ്വന്തം ആഗ്രഹത്തിലേക്ക് തന്നെ തിരിച്ചു വരണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. ഓക്കെ. അപ്പോൾ നമ്മളെപ്പോലുള്ള കേരളത്തിലുള്ള പ്രേക്ഷകർ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. നിങ്ങളെപ്പോലുള്ള യുവ കലാകാരന്മാരിൽ നിന്നും എങ്ങനെ എന്ത് എന്നുള്ള പോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളിൽ കൂടിയും കടന്നു പോകുന്നൊരു സംരംഭമാണ് സിനിമ. വളരെയധികം നമ്മുടെ എല്ലാവരെയും ഈ സമൂഹത്തിലെ നാനാ പ്രായത്തിലുള്ള എല്ലാവരെയും ഒരുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മാധ്യമം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് സിനിമേനെ. അത്തരത്തിൽ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരുപാട് സിനിമകളുടെ ഭാഗമാകാനും ആ ഭാഗമായിട്ടുള്ള സിനിമകളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ തീ സ്റ്റുഡിയോ പോലുള്ള നമ്മുടെ സ്റ്റുഡിയോയിൽ തന്നെ വരാനും അതിന് എനിക്കും സാഹചര്യം ഉണ്ടാവട്ടെ, താങ്കൾക്കും അതിനുള്ള ഒട്ടനവധി അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നേരിട്ട് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ ദ ടൈം. താങ്ക് യു. അടിപൊളിയായിരുന്നു.